നമ്മളെ പെരുന്നാള് നിസ്കാരത്തിന്റെ പകുതി വരെയുള്ള വീഡിയോസ് കണ്ടല്ലോ. അപ്പോ നമ്മൾ അടുത്തത് പോകുന്നത് ജുമേറ ബീച്ചിലോട്ടാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഓർമ്മകളാണല്ലോ അല്ലേ അളിയാ? അതൊക്കെ എല്ലാം ഒരു ഓർമ്മകളാണ്. നമുക്ക് വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ടോ അതൊക്കെ സത്യമാണ്. പക്ഷെ അതിന് പുറമെ നമുക്ക് എന്താ പറയാ, പിന്നീട് അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നീട് അപ്പൊ നമുക്ക് പറയാം. നമ്മള് ദുബായില് ഒരു ഹജ്ജ് പെരുന്നാളിന് നമ്മൾ ഇതേപോലെ പല സ്ഥലങ്ങളും പോയിരുന്നു. പല സ്ഥലങ്ങളും കണ്ട ഒരു മൊമെന്റ് ഒക്കെ ഭയങ്കര വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമല്ലേ. അപ്പോൾ വലിയ റീച്ചും അതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, കിട്ടൂല, അതാണ് പ്രശ്നം. അപ്പൊ ആഷിംക ഹാപ്പി അല്ലേ? ആഷിംക എന്താണ് ഫുള്ള് സാഡ് ആയിട്ടിരിക്കാനുള്ള കാരണം വെച്ചാൽ ആഷിംക ബീച്ചിൽ പോകണമെന്ന് അറിഞ്ഞത് നമ്മുടെ വണ്ടിയിൽ വന്നപ്പോഴാ അല്ല അളിയാ? ശേഷമാണ് പിന്നെ ബീച്ചിൽ നമുക്ക് ഇറങ്ങി കുളിക്കണം എന്ന് പറഞ്ഞപ്പോ ഡ്രസ് എടുക്കാനൊക്കെ പോയത് ഒരു പോയ ക്ഷീണമൊക്കെ കൂടി ആശുപത്രി ഉണ്ട്. ആള് റെഡിയായി ഇങ്ങോട്ട് വന്നു. ഇപ്പൊ പോയിട്ട് ഒരു ചായ കുടിച്ചാല് ഫുൾ ഓണാവും. ചായ കുടിക്കാത്ത നമ്മളിപ്പോ പോകുന്നു, ഏതെങ്കിലും ഒരു ടീ ഷോപ്പിൽ നിർത്തുന്നു, അവിടുന്ന് ചായ കുടിക്കുന്നു, അവിടുന്ന് നമ്മൾ സ്റ്റാർട്ടിങ്. അപ്പൊ ആഷിംഖാന്റെ കാര്യം അതാണ്. ആഷിംഖ പ്രതീക്ഷയിലായിരുന്നു ബീച്ചിലേക്ക് പോണേന്ന്. അപ്പൊ പിന്നെ ആള് വീണ്ടും നമ്മുടെ 3 നില കെട്ടിടം വീണ്ടും കയറി ഇറങ്ങി പോയി ട്രൗസറൊക്കെ എടുത്ത് വന്ന് ആഷിംഖ ഇപ്പൊ സെറ്റാണ്. കുറച്ച് കഴിഞ്ഞാ ഒന്ന് കൂളാവും. അല്ല ഇപ്പൊ ഈദ് മുബാറക്ക് അയക്കണം. അപ്പൊ അതിന് റീപ്ലൈ കൊടുക്കണം. ആഷിംഖ എന്താ പറയാ? ആഷിംഖ പ്രതീക്ഷിച്ചിരുന്നാ? ആഷിംഖ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിലാണ് ഇപ്പോഴും. പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. ബീച്ചിൽ പോയി കഴിഞ്ഞാൽ മാറില്ല. അതെ, ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ആഷിംഖ ഹാപ്പിയാവും. അതെ. പിന്നെ നമ്മളെയൊക്കെ നിയന്ത്രിച്ച ആളാണ് ഈ കപ്പിത്താൻ ഡ്രൈവർ. കപ്പിത്താൻ പിടയ്ക്കുണ്ട്. അപ്പൊ കപ്പിത്താനെ ശ്രദ്ധിക്കണം. അധികം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം തട്ടിപ്പോകും. അപ്പോ കപ്പിത്താൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കപ്പിത്താന് ക്യാമറയിൽ നോക്കാണ്ട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഇത് വാർക്കുന്നത് അത് ഞാൻ പ്രാവശ്യം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ഓർമ്മകളാണ്. കാരണം വെച്ചാല് അടുത്ത വർഷം ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ലാന്ന് നമുക്ക് ആർക്കും അറിയില്ല. നീ നാട്ടിൽ പോവല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, വേറെ ഉദ്ദേശമൊന്നുമില്ല. അപ്പൊ ആർക്കും അറിയില്ല. ഷമീറിന് എന്താ പറയാനുള്ളത്? അതെ അതെ അതെ, ഇതൊക്കെ ഒരു എന്താ പറയാ മെമ്മറിയാണ് കേട്ടോ സത്യം പറഞ്ഞാല്. വെച്ചാൽ ഇനിയിപ്പോ 2-3 വർഷം കഴിഞ്ഞാലൊക്കെ പലരും ചെതറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിടുമ്പോൾ ഓർമ്മകളായിട്ട് അത് കാണുമ്പോൾ ഒക്കെ സന്തോഷമല്ലേ. അതൊക്കെ ഇങ്ങനത്തെ ഒരു കൂട്ടൊക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ദുബായിലൊക്കെ അടിച്ചു പൊളിച്ച് അതൊക്കെ ഒരു ഭയങ്കര ഇതാണ്, മെമ്മറിയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ കുറെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇൻഷാല്ലാ വീണ്ടും വീഡിയോസുകളൊക്കെ വരും കേട്ടോ. അതെ. അപ്പൊ ബീച്ചിലോട്ടുള്ള പോകാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മുടെ റൂമിലാണെങ്കിൽ ഒരു മനുഷ്യരില്ല. എല്ലാരും അവരുടെ കുടുംബക്കാരുടെ വീട്ടിലും മാമ ഫുൾ കസിൻസ് റിലേഷൻ ആണല്ലോ ഇവിടെ ദുബായില്. അല്ല അളിയാ? പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ട് എന്ന് പറയുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണ്. അളിയനൊക്കെ അങ്ങനെ പോകാറുണ്ട്. അളിയനൊക്കെ അളിയന്റെ ഒപ്പം തന്നെയാണ്. അപ്പൊ ആരും ഇല്ല. അപ്പൊ എന്ത് ചെയ്ത് മനാഫ്ക ഒന്നും നോക്കിയില്ല, വണ്ടിയാണ് റെന്റിനെടുത്തു. പണം പോയി പവർ ഏറ്റെന്നുള്ള രീതിക്ക് റെന്റിനെടുത്തു. ഞങ്ങള് ജുമാ നിസ്കാരം അല്ല, പെരുന്നാൾ നിസ്കാരം തൊട്ടിട്ട് നമ്മള് വണ്ടിയിലായിരുന്നു. പെരുന്നാൾ നിസ്കാരം സാധാരണ നമുക്ക് ഇവിടുത്തെ പള്ളിയിൽ പുറത്ത് നിന്നിട്ടാണ് നിസ്കരിക്കാനുള്ള അവസരം കിട്ടാറ്. ഇപ്രാവശ്യം നമുക്ക് അൽഹംദുലില്ലാ പള്ളിയുടെ ഉള്ളിൽ കയറി സമാധാനത്തിൽ നിസ്കരിക്കാനുള്ള എല്ലാ സെറ്റപ്പും കിട്ടി. നേരത്തെ പോയി ജുമാ നിസ്കാരം അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ അതുപോലെ ഫോട്ടോഷൂട്ടിന് പുറത്ത്, ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിട്ട് പുറത്തൊക്കെ പോയി. അളിയനൊക്കെ അതില് അടിപൊളിയായിട്ട് അഭിനയിച്ചു.
ഹലോ. അപ്പൊ നമ്മള് ഏകദേശം ഒക്കെ ജുമേറ ബീച്ച് റോഡിലാണ് ഉള്ളത്. സിഗ്നലിൽ എത്തി, സിഗ്നലിൽ റൈറ്റ് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മള് ഈ ഫ്രീ റേറ്റ് ഈ ട്രാക്ക് അപ്പൊ നമ്മള് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മളൊരു ഫാർമസി ഉണ്ട്, ഫാർമസിന്ന് യൂട്ടൺ അടിച്ച് റൈറ്റ് എടുത്താൽ നേരെ ബീച്ചാണ്. ബീച്ച് റോഡിലാണ് നമ്മളിപ്പോ നിക്കുന്നത്. അപ്പൊ എല്ലാരും ഹാപ്പിയാണ്. സണ്ണടക്കം നമുക്ക് പോവാണ്ട് നിക്കാണ്. വെയിറ്റിംഗ് ആണ്. നമ്മള് പോയിട്ട് ഇങ്ങോട്ട് എടുക്കരുത്, ഇങ്ങോട്ട് എടുക്കരുത്, അങ്ങോട്ട് ചെറിയൊരു പ്രശ്നമായിട്ടുണ്ട് നമുക്ക് ഇന്ന്. അല്ല നമുക്ക് കയറാൻ പറ്റും, പക്ഷെ അതല്ല, ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഭയങ്കര തിരക്കല്ലേ. അപ്പൊ ആശുക്ക് വഴി പറഞ്ഞു കൊടുക്കട്ടെ, ഭയങ്കര തിരക്കല്ലേ. അപ്പൊ ഫാമിലി അതുപോലെ കൊറേ ബ്ലോക്കാ. ഫാമിലിക്കാർക്ക് പോകാൻ മാത്രമേ പറ്റുള്ളൂ ചില വഴി, അതുകൊണ്ട് ബ്ലോക്കാ. നമുക്ക് നമ്മളാരും അങ്ങോട്ട് വിടുന്നില്ല, അടുപ്പിക്കുന്നില്ല. വേറൊരു വഴിയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഏതാ വഴി? പ്രിയപ്പെട്ട ആശുക്ക് അവിടുന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പളേ നമ്മള് ജുമേറ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിട്ട് നിന്നതാ. ജുമേറ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി നിന്നിട്ട് അവിടെ നമ്മുടെ അലൗഡ് ആക്കിയില്ല. കാരണം വെച്ചാല് അവിടെ ഫുള്ള് ഇന്ന് ഫാമിലി എൻട്രി ഉള്ളൂ, പെരുന്നാളല്ലേ. അതുകൊണ്ട് അവിടെ ഫുള്ള് ഇന്ന് ഫാമിലി എൻട്രി മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാ വഴി കൂടെയും പോകാൻ നോക്കി. ഫസ്റ്റത്തെ എക്സിറ്റ് എടുത്തു, കയറി, പോലീസ് ബ്ലോക്ക് ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ റൈറ്റ് എടുത്തു, കയറി, പോലീസ് ബ്ലോക്ക് ചെയ്തു. അവിടെയൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓൺലി ഫാമിലി മെമ്പേഴ്സ്, ഓൺലി ഫാമിലി എൻട്രൻസ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കിന്ന് പോകാൻ പറ്റിയില്ല, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ, നേരെ ഇപ്പം നമ്മൾ മാൾ ഓഫ് ദ എമിറേറ്റ്സ് വന്നു അല്ലേ. മാൾ ഓഫ് ദ എമിറേറ്റ്സ് വന്നിരിക്കുകയാണ്, വെറുതെ ഒന്ന് കറങ്ങാൻ, മാൾ ഓഫ് ദ എമിറേറ്റ്സിൻ്റെ ഉള്ളിൽ കറങ്ങാൻ. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ദ എമിറേറ്റ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ ചെയ്യേണ്ട പ്രധാന കർമ്മം എന്താ വെച്ചാൽ, ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകണം. നിസ്കാരം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് മെല്ലെ മാൾ ഓഫ് ദ എമിറേറ്റ്സിനുള്ളിലൊക്കെ ഒന്ന് കറങ്ങി എന്താ സംഭവം ഒന്ന് നോക്കിയിട്ട് മെല്ലെ എസ്കേപ്പ് അല്ലേ. അപ്പോൾ ആദ്യം നിസ്കരിക്കാൻ പോവാം. അളിയനെന്തോ കാര്യപ്പെട്ടിട്ട് ഓർഡർ ആക്കുന്നുണ്ട് കേട്ടോ. എന്താ ചോദിച്ചാൽ കളിയാ എന്താണ്? അല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞ ഹാപ്പി റാഹത്തായില്ലേ? കഴിഞ്ഞ് റാഹത്തായി. അപ്പോൾ എന്തെങ്കിലും കൂടെ കഴിക്കണം വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു കടയിൽ ഷോപ്പിൽ കയറിയതാണ്. വെറൈറ്റി സാധനങ്ങൾ പലതും ഉണ്ട്. എന്താണ് ഓർഡർ ആക്കാന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ എല്ലാവരും തീരുമാനം എങ്ങനെയാ നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. ഒരു പണിയാ ഷവർമ സ്പൈസി അങ്ങനെ ആഷിംക അങ്ങനെയാണെങ്കിൽ 5 സ്പൈസി ഷവർമയും പറയാം, ചായയും മതി ലൈറ്റ് ആയിട്ട്. നമ്മള് ഉച്ചക്ക് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച കാരണേ അങ്ങനെ ചെയ്യാം. ഉച്ചക്ക് ഭയങ്കര ബീഫ് ബിരിയാണിയും അങ്ങോട്ട് പിടി. ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ ചുമ്മാ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് കയറുന്നതാണ്. നമ്മുടെ സ്വന്തം യൂസുഫ് ഭായിൻ്റെ ലുലു ഹൈപ്പർ